ബനു ഹാഷിം ഗോത്രത്തിന് നേരെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ബോയ്ക്കോട്ട് ഉണ്ട് ഖുറൈശികൾ. ആ ഒരു സമയം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം പോകാം, കാരണം അവരൊരേ ഗോത്രക്കാരല്ലായിരുന്നു. എന്നിട്ടും സ്വന്തം ഭർത്താവിനോടൊപ്പം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പോകുന്നുണ്ട്. വളരെ ഡെസേർട്ടഡ് ആയിട്ട്, മക്കയിൽ നിന്ന് കുറച്ച് ദൂരം കൂടെയുള്ള അത്രയും ഡെസേർട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് സഹാബികളും എല്ലാവരും പുല്ലൊക്കെ കഴിച്ച ഒരു സംഭവത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ കാണുന്ന ബോയ്ക്കോട്ടിനെക്കാട്ടിലും എത്രയോ മടങ്ങ് കൂടുതലായിരുന്നു അന്ന് അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. സ്വന്തം മതത്തിന് വേണ്ടി, റബ്ബിന് വേണ്ടി എല്ലാവരും ബിസിനസ്സുകാരി എന്ന് മുദ്ര വയ്ക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ സമ്പത്തും അവർക്കുണ്ടായ എല്ലാം, അവർ ഇൻഹെറിറ്റ് ചെയ്ത വെൽത്ത് പോലും എല്ലാം ദീനിന് വേണ്ടി കൊടുത്ത് സ്വന്തം ഭർത്താവിൽ അത്രമാത്രം കീഴ്പ്പെട്ട് ജീവിച്ച ഒരു മഹതി. അവരെ പറ്റി എത്ര റീൽസ് നമ്മൾ കാണും, എത്ര ഇൻഫ്ലുവൻസേഴ്സ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ കാണുന്ന പല ഇൻഫ്ലുവൻസേഴ്സിന്റെ റീൽ അവരെടുക്കുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഭർത്താവുമായിട്ട് 2 തല്ലുണ്ടായി കഴിഞ്ഞിട്ടായിരിക്കാം ക്യാമറ സെറ്റ് ചെയ്യുന്നതിന് പോലും. സോ അവരെ ഒരു ഇൻഫ്ലുവൻസ് ആക്കി വെക്കാതെ ശരിക്കും റബ്ബിലേക്ക് അടുത്തുകൊണ്ട് റബ്ബിന് വേണ്ടി ജീവിക്കുക എന്നൊരർത്ഥത്തിൽ മാറിയാൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതത്തിനായിരിക്കും, നമ്മുടെ ജീവിതത്തിനായിരിക്കും മൊത്തത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവുള്ളൂ.